106 മുതൽ 110 വരെയുള്ള 5 ഗണിത ചോദ്യങ്ങളും ഉത്തരം കാണാനുള്ള എളുപ്പ വഴികളും പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, കടൽ ഈസ് ടു കപ്പൽ, അതിന്റെ പ്രൊപ്പോർഷൻ മരുഭൂമി ഈസ് ടു ഡാഷ്. അപ്പൊ ഇവിടെ കടലിലൂടെ യാത്ര ചെയ്യുന്ന വാഹനമാണ് കപ്പൽ. ഇപ്പൊ മരുഭൂമിയിലൂടെ വാഹനമായി നമ്മൾ ഉപയോഗിക്കുന്ന 4 മൃഗങ്ങളുടെ പേരാണ് കഴുത, ഒട്ടകം, മാൻ, യാക്ക്. ഇതിലേത് മൃഗമാണ് മരുഭൂമിയിലൂടെ ഉപയോഗിക്കുന്നത്? അത്രയേ ഉള്ളൂ, അതെല്ലാവർക്കും അറിയാം, ഒട്ടകമാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, രവിയുടെയും ശശിയുടെയും വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം ഇപ്പോൾ 4:5 ആണ്. 5 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 5:6 ആകും. രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പൊ രവിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള കാര്യം എന്താണ്? രവിയുടെയും ശശിയുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധമുണ്ട് 4:5. 5 വർഷം കഴിയുമ്പോഴോ അത് 5:6 ആകും. ഈ ചോദ്യത്തിന്റെ ഉത്തരം കാണാൻ വഴിയുണ്ട്, കുറച്ച് വളഞ്ഞ വഴിയാണ്. അതിനേക്കാൾ ഏറ്റവും നല്ല എന്താണെന്ന് അറിയുമോ? ഈ ഓപ്ഷൻസിൽ ഇതിന് പറ്റിയത് ഏതാണെന്ന് കണ്ടെത്തലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. രവി ആർ ഈസ് ടു ശശി എസ് എത്രയാണ്? 4:5. 5 വർഷം കഴിയുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ R is to രവി is to ശശി എന്താകും? 5:6. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 25, 30, 20, 25. 35. ഇത് ഞാൻ പറഞ്ഞെന്താണ്, എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഓപ്ഷൻസ് പരിശോധിക്കുക, അതിലേതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് യോജിക്കുക എന്ന് നോക്കിയാൽ മതി. 4:5 RS അല്ലേ? R:S 4:5. 25 എടുത്തു എന്ന് വിചാരിക്കാം. 25 എടുക്കാൻ പറ്റില്ല, കാരണം 4ന്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് 25 വരില്ല, അത് ഒഴിവാക്കാം. 30 എടുക്കുന്നു. 30 എടുക്കുമ്പോഴും അത് 4ന് കറക്റ്റ് ആയിട്ട് വരില്ല, അത് ഒഴിവാക്കാം. 20 അല്ലേ? 20 എടുക്കുന്നു. 20:4 ഗുണിക്കണം 5 ആണ് 20. 5 ഗുണിക്കണം 5 25. അതിപ്പോൾ ഇനി 5 വർഷം കഴിയുമ്പോഴോ ഈ 20 25 ആകും, 25 30 ആകും. അത് 5:6 എന്ന അംശബന്ധത്തിനാണോ നോക്കിയാൽ മതി അല്ലേ? 25നെ 5 കൊണ്ട് ഹരിച്ചാൽ 5, 30നെ 5 കൊണ്ട് ഹരിച്ചാൽ 6. അപ്പോ ഇതെന്തായി മാറി? 5:6. അപ്പം ഉത്തരം എന്താണ്? ഓപ്ഷൻസിലെ 20ന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ബെൽറ്റ് എന്ന വാക്കിനെ AGKV എന്ന് എഴുതാമെങ്കിൽ DRG എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ബെൽറ്റ് AGKV DRG മാറ്റി എഴുതണം. ബെൽറ്റ് BELT പകരം എന്താ എഴുതിയിരിക്കുന്നത്? AGKV. അതനുസരിച്ച് DRG മാറ്റണം. ബിക്ക് സമാനമായിട്ട് ഇവിടെ എ ഉള്ളത് അല്ലേ? ബിക്ക് സമമായിട്ട് എ എന്ന് പറഞ്ഞാൽ ബിക്ക് മുമ്പുള്ള അക്ഷരമാണ് എ. അപ്പൊ ഡിക്ക് മുമ്പുള്ള അക്ഷരം ഏതാണ്? സി എന്ന് എഴുതുക. ഇയും ജിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഇ കഴിഞ്ഞ് എഫ് കഴിഞ്ഞിട്ടാണ് ജി വരുന്നത്. അപ്പം ആർ കഴിഞ്ഞ് എസ് കഴിഞ്ഞാണ് അടുത്ത അക്ഷരം ഇവിടെ എഴുതണം, CT. അതുപോലെ വീണ്ടും എന്താണ്? LK, അതായത് എല്ലിന് മുമ്പാണ് കെ വരുന്നത്. അപ്പൊ ഇവിടെ ജിക്ക് മുമ്പ് വരുന്ന അക്ഷരം ഏതാണ്? എഫ് ആണ്. CTF DRG എന്ന വാക്കിന് പകരമായി എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഒറ്റയാൻ ഏത്? 7, 9, 11, 13. 7, 9, 11, 13. ഇതിലെ ഒറ്റയാൻ എങ്ങനെ കണ്ടെത്തും? എല്ലാം ഒറ്റ സംഖ്യകളാണ് അല്ലേ? ഈ ഒറ്റ സംഖ്യകളുടെ കൂട്ടത്തിൽ
ഒരു സംഖ്യ വേറിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? അത് ഏതാ? അത് 9 ആണ്. അതെങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഇത് ഒരു ഭാജ്യസംഖ്യയാണ്. അഭാജ്യസംഖ്യ, 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 ഇത് മാത്രമാണ് ഇതിലെ ഭാജ്യസംഖ്യ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം. പ്ലസ് സമം ഹരണം, ഹരണം സമം മൈനസ്, മൈനസ് സമം ഗുണനം, ഗുണനം സമം പ്ലസ് എന്നിങ്ങനെയായാൽ 48 പ്ലസ് 16 ഹരിക്കണം 4 മൈനസ് 2 ഗുണിക്കണം 8. അപ്പൊ ഇതിലെ ഈ പ്ലസ്, ഹരണം, വ്യവകലനം, ഗുണനം എന്നത് യഥാർത്ഥത്തിലുള്ളതല്ല. അത് ഇതനുസരിച്ച് മാറ്റി എഴുതണം. മാറ്റി എഴുതുമ്പം പ്ലസിന് പകരം എന്താ വേണ്ടത്? അത് ഹരണമാണ്. ഹരണത്തിന് പകരം എന്താണ്? അത് വ്യവകലനമാണ്. വ്യവകലനത്തിന് പകരം എന്ത് വേണം? ഗുണനം വേണം. ഗുണനത്തിന് പകരം പ്ലസും വേണം. അപ്പൊ നമുക്ക് ആദ്യം അതനുസരിച്ച് മാറ്റി എഴുതാം. ഞാൻ ഈ ചോദ്യം എഴുതാൻ പോകണം. 48 പ്ലസ് 16 ഹരിക്കണം 4 മൈനസ് 2 ഗുണിക്കണം 8. ഇതാണ് ചോദ്യം. അപ്പം അവിടെ പ്ലസിന് പകരം ഹരണമാണ്, ഹരണത്തിന് പകരം മൈനസ് ആണ്, മൈനസിന് പകരം ഗുണനമാണ്, ഗുണനത്തിന് പകരം പ്ലസ് ആണ്. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ 48 പ്ലസിന് പകരം ഹരണമാണ്. 48 മൈനസ് 16 ഹരണത്തിന് പകരം വ്യവകലനമാണ്. 4 വ്യവകലനത്തിന് പകരം ഗുണനമാണ്. 2 ഗുണനത്തിന് പകരം പ്ലസ് ആണ്. 8. അപ്പൊ ഇതനുസരിച്ച് മാറ്റി എഴുതുമ്പോൾ വരുന്നത് 48 ഹരിക്കണം 16 മൈനസ് 4 ഗുണിക്കണം 2 പ്ലസ് 8. ഇങ്ങനെ 4 ക്രിയകളുണ്ട്: ഹരണം, വ്യവകലനം, ഗുണനം, സങ്കലനം. ഇതില് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഹരണമാണ് അല്ലേ? ഓർമ്മയില്ലേ? BODMAS ആണ്. അപ്പൊ ഡിവിഷൻ ആണ്. ഹരണമാണ് ആദ്യം, ഗുണനം, എഡിഷൻ, സബ്ട്രാക്ഷൻ, വ്യവകലനം. അപ്പൊ 48 ഹരിക്കണം 16 3 മൈനസ് 4 ഗുണിക്കണം 2 8 പ്ലസ് 8. 8 8 16. 3 മൈനസ് 16 എത്രയാ? മൈനസ് 13 ആണ് ഇതിന്റെ